നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു. നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും നമ്മൾ ഭയപ്പെടുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നതും അത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുക എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. രണ്ടാമത്, നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ആപ്പുകൾ കൂടുതലായിട്ട് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് കൂടുതൽ ആളുകളും ചോദിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാറ്ററിയും ഇൻ്റർനെറ്റും സേവ് ചെയ്യാനും മാത്രമല്ല, നിങ്ങളെ ട്രാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത്തരം ആപ്പുകളെ ബ്ലോക്ക് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതെങ്ങനെ നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ഒരു ആപ്പിൻ്റെ സഹായത്തോടെയാണ് നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ മൊബൈൽ ഫോണിൽ അത്തരത്തിൽ സൗകര്യമില്ല. നെറ്റ് ഗാർഡ് എന്ന ആപ്പിൻ്റെ പേര്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പെർമിഷൻ ചോദിക്കും. അഗ്രി കൊടുക്കുക. തുടർന്ന് ഇവിടെ ഒരു 3 ഓപ്ഷനിൽ ഓക്കെ എന്ന് കാണും. നമ്മളത് ഓരോന്നും ഓക്കെ ക്ലിക്ക് ചെയ്ത് പെർമിഷൻസ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നമുക്ക് വൈഫൈ ഇൻ്റർനെറ്റ് മാത്രമായിട്ട് ഓഫ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ മാത്രമായിട്ട് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു ആപ്പിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലെ ആ ഒരു ആപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടെ വൈഫൈയുടെ ചിഹ്നത്തിലുള്ള ക്ലിക്ക് ചെയ്താൽ വൈഫൈ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. മൊബൈൽ ഡാറ്റയാണെങ്കിൽ അവസാനത്തിലുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നും ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ അതിലേക്കുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഈ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ആപ്പുകൾ ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം സാധിക്കാതെ വരും. കാരണം ഇൻ്റർനെറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ഡാറ്റകൾ ചോർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പല ആളുകളും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് വളരെ വേഗത്തിൽ തീർന്നു പോകുന്നുണ്ട് എന്ന്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഡാറ്റ യൂസേജ് ചെക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ ഉടനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതല്ലെങ്കിൽ ഇതുപോലെ ഓരോ ആപ്പും ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്കുള്ള എല്ലാ ഇൻ്റർനെറ്റ് ആക്സസും ബ്ലോക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ വാട്സപ്പിലേക്ക് ഇൻ്റർനെറ്റ് വേണ്ടെങ്കിൽ വാട്സപ്പ് മാത്രം സെലക്ട് ചെയ്ത് വാട്സപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് മാത്രം നമുക്ക് ഓഫ് ചെയ്താൽ വാട്സപ്പിൽ ഒരു മെസ്സേജോ കോളോ വരില്ല. നമുക്ക് യൂട്യൂബിൽ വീഡിയോ കാണാൻ സാധിക്കും. ഈ വാട്സപ്പിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലേക്കുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന് മാത്രമായിട്ട് ക്ലിക്ക് ചെയ്ത് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറത്തു നിന്നുള്ള ആക്സസ് നമ്മുടെ മൊബൈലിലേക്ക് പ്രവേശിക്കില്ല. അതുപോലെ തന്നെ ബാറ്ററി യൂസേജും പലപ്പോഴും നമ്മൾ ചില ആപ്പുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററിയും പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയും സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പിലേക്കുള്ള മാത്രം ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് വെക്കുക. ബാക്കി എല്ലാ ആപ്പിലേക്കുള്ള ഇൻ്റർനെറ്റും ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഈ ഒരു ആപ്പ് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഭാഗം കൂടി എനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ ഭാഗം കൂടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എനേബിൾ ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുമ്പം അതിലേക്കുള്ള എല്ലാ ഇൻ്റർനെറ്റും ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.